പരാതി കൊടുക്കണ്ടെന്ന് ഒരിക്കലും നമ്മുടെ മൈൻഡിൽ അങ്ങനെ ഒരു ഡിസിഷനേ ഉണ്ടായിരുന്നില്ല. അത് ഒരു നിയമപരമായ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ട് അത് ചെയ്യണം എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് പരസ്യമായിട്ട് നമ്മളൊരു ഫേസ്ബുക്കിലൂടെ തന്നെ ഒരു പ്രതികരണം ആദ്യം നടത്തിയത്. അതിന്റെ ഒരു പ്രൊസീജിയർ എന്നോണം ആണ് പിന്നീട് ഈ പരാതി ഫയൽ ചെയ്യുന്നത്. ഇന്നാണത് സംഭവിച്ചിരിക്കുന്നത്. SHO കയ്യിൽ ഞാൻ നേരിട്ട് ഏൽപ്പിക്കുകയായിരുന്നു ചെയ്തത്. ഇത് ആദ്യം ഒരു വാണിംഗ് പോലെ ഒരു പോസ്റ്റ് ഇട്ടു, അങ്ങനെ വേണം എടുക്കാൻ? വാണിംഗ് എന്നല്ല, ആദ്യം ആളുകളിലേക്ക് ഈ ഒരു വിഷയം എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്തത്. അദ്ദേഹത്തിന് വാണിംഗ് കൊടുത്താൽ അദ്ദേഹം നിൽക്കുകയോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ആളുകളിലേക്ക് ഈ ഒരു വിഷയം ചർച്ചയാവണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. കാരണം എത്രയോ നാളുകളായി ഞാനും എന്റെ കുടുംബവും അത്രയും വലിയൊരു ഹറാസ്മെന്റിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അത് നമ്മൾ പലതവണ ഈ ബുദ്ധിമുട്ട് രേഖപ്പെടുത്തിയിട്ടും അതിൽ നിന്ന് മാറി നിന്നിട്ടും വീണ്ടും ഇത് പല ചാനലുകളിൽ നിന്നും, ഈ റീസെന്റ് ഒരു ഇന്റർവ്യൂ അദ്ദേഹം കൊടുത്തേക്കുന്നതിൽ നിന്നും ഏറ്റവും മോശമായ രീതിയിൽ അതൊന്നും ഫേസ് ചെയ്യേണ്ട ആവശ്യം എനിക്കോ ഈ നമ്മുടെ ഈ ലോകത്തുള്ള ഒരു മനുഷ്യർക്കും ഇല്ല അതൊന്നും ഫേസ് ചെയ്യേണ്ട ആവശ്യം. അപ്പം അതിനെതിരെ 100% ആയിട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും, എന്തൊക്കെ നിയമവശം നമുക്കതിൽ ഉപയോഗിക്കാൻ കഴിയുമോ അതെല്ലാം പൂർണ്ണമായി മനസ്സിലാക്കി തന്നെ മുമ്പോട്ട് പോകണം എന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ്. ഹണി ബോബിക്കൊപ്പം പല ഉദ്ഘാടനത്തിലൊക്കെ പങ്കെടുത്ത ആളാണ്. ഇത് ഇങ്ങനെ വരുന്ന സമയത്തെ ഈ ടോണൊക്കെ മാറുന്നു എന്നുള്ള ഈ കാര്യം പറഞ്ഞിരുന്നോ? ഇത് ഇങ്ങനെ നിങ്ങൾ ആവർത്തിക്കരുന്നുള്ള രീതിയിൽ നേരിട്ട് പറഞ്ഞിരുന്നോ? ഈ വ്യക്തി നമുക്ക് ഇനോഗ്രൽ ഫംഗ്ഷൻസ് നമ്മൾ ചെയ്യുന്നതിന് എപ്പോഴും ഒരു മാനേജർ ഉണ്ടാവും. ഞാൻ ഒരു ഓണേഴ്സിന്റെ അടുത്ത് ഞാൻ ഇതുവരെയും സംസാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കണക്ഷനോ കമ്മ്യൂണിക്കേഷനോ ഇല്ല. നമ്മൾ ഈ ഓണേഴ്സിനെ കാണുന്ന സ്റ്റേജിൽ എത്തുമ്പോൾ മാത്രമാണ്. ഈ വ്യക്തിനെ ഞാൻ ഈ വ്യക്തിയോട് സംസാരിച്ചിരിക്കുന്നത് സ്റ്റേജിൽ ഉള്ളപ്പോൾ മാത്രമാണ്. അല്ലാതെ ഇദ്ദേഹവുമായിട്ട് എനിക്കൊരു പരിചയമോ ഇല്ല. ഇതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഞാനൊരു സിനിമയിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു 6-7 ഇനോഗ്രേഷൻ വർഷങ്ങൾക്ക് മുമ്പ് 5-6 എന്തായാലും ഉണ്ടാവും ഈ വ്യക്തിയുടെ സ്ഥാപനവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അന്നൊന്നും എനിക്ക് ഈ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടില്ല. ഇതിലെല്ലാത്തിലും ഈ വ്യക്തി ഉണ്ടായിരുന്നു എന്ന് എന്റെ ഓർമ്മയിൽ പോലും ഇല്ല. ചിലപ്പോ അതിന്റെ ജ്വല്ലറിയുടെ മാനേജ് ചെയ്യുന്ന ആളുകളായിരിക്കും അവിടെ ഉണ്ടായിരുന്നിട്ടുണ്ടാവുക. ഈ ഇൻസിഡന്റ് എനിക്ക് സംഭവിക്കുന്നത് 4 മാസം മുമ്പ് നടന്ന ആ ഒരു ഫംഗ്ഷനിലാണ്. ആ ഫംഗ്ഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഈ മാനേജറുടെ അടുത്ത് വ്യക്തമായി എന്റെ അമ്മയുടെ അടുത്ത് സംസാരിച്ചു, എല്ലാവരും സംസാരിച്ചിട്ട് വ്യക്തമായി വിളിച്ച് ഇൻഫോം ചെയ്തതാണ്. ഇത് ഭയങ്കര മോശമായി പോയി പെരുമാറ്റം, ഈ വ്യക്തിയുമായിട്ടോ സ്ഥാപനവുമായിട്ടോ നമുക്ക് സഹകരിക്കാൻ താല്പര്യമില്ലായിരുന്നു. പിന്നെയും അതിനുശേഷം ഇദ്ദേഹത്തിന്റെ ഒരു ഇനോഗ്രൽ ഫംഗ്ഷൻ, ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ ഇനോഗ്രേഷൻ വിളിച്ചിട്ടും ഞാൻ ചെയ്യുന്നില്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. അതിന്റെ റീസൺ ഇതാണ്. അതിലൊരു വൈരാഗ്യം ഉണ്ടാവോ? അത് കഴിഞ്ഞിട്ടാണ് ഇത്രയും മോശം അവസ്ഥയിലേക്ക് ഉള്ള എന്താ പറയാ കമന്റ്സോ അല്ലെങ്കിൽ ജസ്റ്റേഴ്സ് പോലും ഉണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന്. അതെല്ലാം അതിനുശേഷമാണ് വന്നത്. നടി ഹണി റോസിന്റെ പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്ത് പോലീസ്. നേരിട്ടും സമൂഹ മാധ്യമങ്ങൾ വഴിയും അശ്ലീല പരാമർശം നടത്തിയെന്നാണ് പരാതി. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഇതുപോലെ പരാമർശം നടത്തുന്ന എല്ലാവർക്കെതിരെയും കേസ് കൊടുക്കുമെന്നും നടി പറഞ്ഞിരിക്കുന്നു. 4 മാസം മുമ്പ് നടന്ന ഉദ്ഘാടന പരിപാടിക്കിടെയാണ് ഈ ദുരനുഭവം നേരിടേണ്ടി വന്നത്. നിരന്തരം അപമാനിച്ചതുകൊണ്ടാണ് താൻ പരാതി കൊടുക്കുന്നതെന്നാണ് നടി പറയുന്നത്. അതുപോലെ മോശമായ കമന്റുകൾ പലരും ഹണി റോസിന്റെ പോസ്റ്റിൽ ഇട്ടിരുന്നു, ഞാനും കണ്ടിരുന്നു. അത് വളരെ വിഷമമുണ്ടാക്കി എന്ന് പറഞ്ഞിട്ടാണ് പരാതി പോയിരുന്നത്. പക്ഷേ അവിടെ ഞാൻ പറയാത്ത കാര്യങ്ങൾ, ഞാൻ 2 പ്രാവശ്യമാണ് ഇവരെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചത്. 2 പ്രാവശ്യം ഓഫ് കോഴ്സ് അവരൊരു ഫെയിം ആയതുകൊണ്ട് നമ്മൾ മാർക്കറ്റിംഗ് സെയിൽസിന് വേണ്ടി അവരെ ക്ഷണിച്ചു. നമ്മൾ സ്റ്റേജിൽ ഡാൻസ് കളിച്ചിട്ടുണ്ട്. അവരെ കുന്തി ദേവി എന്ന് ഞാൻ ഉപമിക്കുകയുണ്ടായി. പക്ഷേ അതിപ്പോ കുറെ മാസങ്ങളായി അതൊക്കെ. പക്ഷെ അതില് മോശമായ വാക്കുകളോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ കുന്തി ദേവി എന്ന് ഞാൻ പറയുമ്പോൾ ബോച്ചെ അങ്ങനെയാവും ചിന്തിച്ചിട്ടുണ്ടാവുക വേറെ തരത്തിൽ എന്ന് പറഞ്ഞ് പലരും കമന്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് ഇതുവരെ മോശമായി വളരെ മര്യാദയോടുകൂടി വളരെ ഇതിലുമാണ് പെരുമാറിയിട്ടുള്ളത്. അവരും തിരിച്ച് അങ്ങനെ തന്നെയായിരുന്നു. യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു പരാതി വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്നോടൊരു വ്യക്തി വൈരാഗ്യം ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഞാൻ ആകെ 2 പ്രാവശ്യമാണ് ഇവരെ കണ്ടിട്ടുള്ളത്. പിന്നെ ഒരു ഉദ്ഘാടനത്തിന് ഞാൻ ചീഫ് ഗസ്റ്റ് ആയിരുന്നു, അവര് ഇനാഗ്രേഷൻ ആയിരുന്നു എന്നല്ലാതെ അപ്പോഴും കണ്ടിരുന്നു. വളരെ വർത്താനൊക്കെ പറഞ്ഞ് പിരിഞ്ഞതാണ്. തീർച്ചയായിട്ടും നമ്മളിങ്ങനെ ഓരോന്ന് വരുമ്പോ പലരുടെ അടുത്തും ഞാൻ ഡാൻസ് കളിക്കാറുണ്ട്, ഇതുപോലെയൊക്കെ പറയാറുണ്ട്. പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഇനിയിപ്പോ
ഒരു വ്യക്തിക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് മാനസിക വിഷമം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരാളെ വിഷമിക്കുന്ന കാര്യത്തിലേക്ക് നമ്മൾ പോവുകയില്ല. അല്ലെങ്കിൽ ഞാൻ സ്വാഭാവികമായിട്ടും എല്ലാവരുടെ അടുത്തും വളരെ ഫ്രണ്ട്ലി ആണ്, ആരെയും വിഷമിപ്പിക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പോവാത്ത ആളാണ്. ഇടയ്ക്ക് ഇതുപോലെയുള്ള തമാശകളൊക്കെ പറയും, എല്ലാവർക്കും അറിയുന്നതാണ്. വേറെ ഉദ്ദേശങ്ങളോ കാര്യങ്ങളോ അതിന് ആരെയും മോശമാക്കാൻ ഒരിക്കലില്ല. ഒന്ന് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ അവരെ ക്ഷണിച്ചിട്ടുള്ളതാണ്. അവർ വന്നിട്ട് നമ്മൾ ഭംഗിയായിട്ട് അത് മാർക്കറ്റിംഗ് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുള്ളതാണ്. ഇതിനെതിരെ വലിയ തോതിലുള്ള പിന്തുണ ഹണി റോസിന് കിട്ടുന്നുണ്ട്, പ്രത്യേകിച്ച് താരസംഘടനയിൽ നിന്നടക്കം. ഹണി റോസ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇട്ട ആദ്യ പോസ്റ്റ് ബോബി ചെമ്മണ്ണൂറിൻ്റെ പേര് വെളിപ്പെടുത്താതെയായിരുന്നു. അത് കണ്ടിട്ടെങ്കിലും ആളുകളുടെ പറച്ചിൽ അവസാനിക്കുമെന്നാണ് കരുതിയതെങ്കിലും അവരിട്ട പോസ്റ്റിന് താഴെ വരെ വന്ന് വീണ്ടും അവരെ അധിക്ഷേപിക്കുകയാണ് ഉണ്ടായത്. തുടർന്നാണ് ആ അധിക്ഷേപം നടത്തിയ ആളുകൾക്കെതിരെ പോലീസ് നടപടിയെടുക്കുന്നതും. എന്നാൽ എന്തുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂറിനെതിരെ പരാതി കൊടുക്കാത്തതെന്ന ആളുകളുടെ ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് അവർ പറയുന്നത്, താൻ അതിൻ്റെ എല്ലാ നിയമവശങ്ങളും അറിഞ്ഞതിന് ശേഷം കേസ് കൊടുക്കാൻ ഇരിക്കുകയാണ് എന്നാണ് അവർ പറഞ്ഞത്. ഇതിനൊക്കെ ശേഷമാണ് അവർ ഒഫീഷ്യലി പോലീസിന് പരാതി നൽകിയത്. ബോബി ചെമ്മണ്ണൂറിനെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചതുൾപ്പെടെ IT ആക്ട് ഉൾപ്പെടെ ഉള്ള വകുപ്പുകൾ വരാൻ സാധ്യതയുണ്ട്. ബോബി ചെമ്മണ്ണൂറിനെതിരെ എല്ലാ നിയമവഴികളും സ്വീകരിക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 4 മാസമായി താനും കുടുംബവും കടന്നു പോകുന്നത് വലിയൊരു ഡ്രോമയിലൂടെ. അങ്ങനെയൊന്നും അനുഭവിക്കേണ്ട ആവശ്യം തനിക്കെന്നല്ല ഒരാൾക്കും ആവശ്യമില്ല എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഇവർ രണ്ടുപേരെയും പക്ഷം പിടിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തർക്കങ്ങളും നടക്കുന്നുണ്ട്. എന്നാൽ ഹണി റോസിൻ്റെ പഴയ ഫോട്ടോയും പോസ്റ്റുകളും പങ്കുവെച്ചുകൊണ്ട് ഈ രീതിയിൽ ഡ്രസ്സ് ധരിക്കുന്നവരല്ലേ, ഇങ്ങനെയൊക്കെ നടക്കുന്നവരല്ലേ എന്ന രീതിയിൽ അവരെ അധിക്ഷേപിക്കുന്നവരും ഉണ്ട്. ബോബി ചെമ്മണ്ണൂറിനെതിരെ നിയമത്തിൻ്റെ എല്ലാ വഴികളും ഉപയോഗിച്ച് ഏതറ്റം വരെയും പോകുമെന്നാണ് ഹണി റോസ് പറയുന്നത്.